നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശൂർ ജില്ലയിൽ അവിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആനക്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ശിവക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ശ്രീ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിമനോഹരമായ ഒരു ചുറ്റുപാടിൽ ആണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് മുമ്പിലായി വലിയ ഒരു കുളമൊക്കെയുണ്ട്. നമുക്കിന്ന് ഇവിടെ കുടികൊള്ളുന്ന ആ കൈലാസനാഥന്റെ അനുഗ്രഹത്തോടുകൂടി ഈ ക്ഷേത്രവിശേഷങ്ങളിലൂടെ സഞ്ചരിക്കാം. തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയായി അവിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആനക്കല്ല് ജംഗ്ഷൻ അടുത്തായി തൃത്താമരശ്ശേരി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. വലിയ ക്ഷേത്ര കവാടവും അവിടെ ഭഗവാന്റെ വാഹനമായ നന്ദികേശ്വര പ്രതിമയുമുണ്ട്. ക്ഷേത്രത്തിനു മുമ്പിലായി വലിയ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുരാതന ശിവക്ഷേത്രം ഊരായ്മ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണ്. വെള്ളാലത്ത് മനയാണ് ക്ഷേത്ര ഊരാളന്മാർ. പടിഞ്ഞാറ്റ് ദർശനമായി പരിലസിക്കുന്ന തൃത്താമരശ്ശേരി തേവർക്ക് അഘോരമൂർത്തിയുടെ ഭാവം കൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അഗ്രഗണ്യമായ ശിവസങ്കല്പമായ അഘോരമൂർത്തിയെ ഉപാസിക്കുന്ന ഭക്തനെ സ്പർശിക്കുവാൻ യാതൊരുവിധ തിന്മകൾക്കോ പൈശാചിക ശക്തികൾക്കോ ആവില്ല എന്നാണ് പ്രമാണം. മഹാദേവന്റെ പഞ്ചമുഖങ്ങളിൽ നടുവിലത്തേതാണ് അഘോരഭാവം. ഈശാനം, തത്പുരുഷം, വാമദേവം, സദ്യോജാതം എന്നിവയാണ് മറ്റ് 4 മുഖഭാവങ്ങൾ. അഘോരമന്ത്രത്തിനും ഏറെ പ്രത്യേകതകളുണ്ട്. അഘോര ശിവനായി ഭഗവാൻ കുടികൊള്ളുന്നതിനാൽ ആ ഉഗ്രഭാവം കുറയ്ക്കുവാനായി ക്ഷേത്രത്തിനു മുമ്പിലായി കുളം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ദക്ഷിണ കൈലാസമായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ പണ്ട് ഇവിടെ ഒരുപാട് മനകൾ ഉണ്ടായിരുന്നുവത്രേ. പിന്നീട് അവയെല്ലാം ക്ഷയിച്ച് അതിൽ ഒരു മന മാത്രമായി അവശേഷിച്ചു. അവിടെ 2 ജ്യേഷ്ഠാനുജന്മാർ ഉണ്ടായിരുന്നു. അവർ 2 പേരും അല്ലെങ്കിൽ ഒരാളെങ്കിലും എന്നും ശ്രീ വടക്കുംനാഥനെ ദർശിക്കുവാൻ പോകുമായിരുന്നു. ഭഗവത് ദർശനം അവർ മുടക്കാറില്ലായിരുന്നു. എന്നും രാത്രി അത്താഴം കഴിക്കുവാനിരിക്കുന്ന സമയത്ത് ശ്രീ വടക്കുംനാഥനെ ദർശിച്ച കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെക്കാറുമുണ്ടായിരുന്നു. ആ 2 പേരും സർവവും സർവേശ്വരനിൽ സമർപ്പിച്ച മഹാശിവഭക്തന്മാരായിരുന്നു. എപ്പോഴും പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് ശിവകഥകളും മഹാത്മ്യവും ഒക്കെ മനനം ചെയ്തുകൊണ്ട് വളരെ നിഷ്ഠയോടെയും വ്രതാനുഷ്ഠാനങ്ങളോടെയും അവർ സ്വന്തം ജീവിതം ഇങ്ങനെ ഈശ്വര പൂജയായിക്കൊണ്ട് ജീവിച്ചു. അവർ കാലക്രമേണ വാർദ്ധക്യത്തിലേക്ക് കാലെടുത്തു വെച്ചു. എന്നാലും തങ്ങളുടെ ശ്രീ വടക്കുംനാഥ ക്ഷേത്ര ദർശനം അവർ മുടക്കിയതേയില്ല. അങ്ങനെ കാലം കടന്നുപോയി. ഒരു ദിവസം പതിവ് പോലെ രാത്രി അത്താഴം കഴിക്കുന്ന സമയം വടക്കുംനാഥനെ കണ്ട കാര്യങ്ങൾ പരസ്പരം തിരക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവുന്നു. അന്നത്തെ ദിവസം അവർ വടക്കുംനാഥനെ കാണുവാൻ 2 പേരും പോയിട്ടില്ല എന്നത്. വളരെ വിഷമം തോന്നി. തങ്ങൾ എപ്പോഴും ഭഗവാനെ പോയി കാണുന്നതാണല്ലോ. അയ്യോ ഭഗവാനെ, ഇന്ന് ഭഗവാനെ കാണാൻ ഞങ്ങൾ വന്നില്ലല്ലോ എന്നിങ്ങനെ വിഷമം തോന്നിയ ആ നിമിഷം അവർ അത്താഴം നിർത്തുകയും ഉടനെ തന്നെ എന്നാ പിന്നെ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. രാത്രി ഒത്തിരി വൈകി എന്നൊന്നും അവർ ഓർത്തതേയില്ല. സാധാരണഗതിയിൽ അത്താഴപൂജ കഴിഞ്ഞ് നട അടച്ച് ക്ഷേത്രത്തിൽ നിന്നും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ ജ്യേഷ്ഠാനുജന്മാർ എത്തിയപ്പോൾ അവർ കാണുന്നത് എന്താണെന്നോ, ക്ഷേത്രത്തിൽ നിറച്ചും ആളുകളും ദീപാലങ്കാരങ്ങളും എന്തുവേണ്ട നല്ല തിരക്കായിട്ടാണ് അവർക്ക് തോന്നുന്നത്. മനുഷ്യരുടെ യാമം കഴിഞ്ഞാൽ രാത്രി വടക്കുംനാഥനെ സേവിക്കുവാൻ ദേവന്മാർ എത്തും എന്നാണ് സങ്കല്പം. എന്നാൽ അവർ ഇതൊന്നും ഓർത്തതേയില്ല. അവർ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നു. പെട്ടെന്ന് ഗോപുരം കടന്ന് തേജോമയനായ ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു.
എന്നിട്ട് ഈ സഹോദരന്മാരോട് പറഞ്ഞു, ഇപ്പോൾ മനുഷ്യന്മാർക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല. എന്തായാലും നിങ്ങൾ അനുഗ്രഹീതരാണ്. കാരണം ഇത്രയും ദിവ്യമായ കാഴ്ചകളല്ലേ കണ്ടിരിക്കുന്നത്. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നാളെ മുതൽ ശ്രീ വടക്കുംനാഥൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഇല്ലത്തുണ്ടാകും. ഇനി ഭഗവാനെ കാണുവാനായി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന്. അലൗകികമായ കാഴ്ചകൾ കാണുവാനും ദിവ്യമായ അനുഭവങ്ങൾക്ക് സാക്ഷിയാകുവാനും സാധിച്ച ആ മഹാഭക്തന്മാർക്ക് കൃത്യമായി എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായില്ലെങ്കിലും ആത്യന്തികമായൊരു വല്ലാത്ത പരമാനന്ദം ആ നിമിഷം അവർക്ക് അനുഭവവേദ്യമാകുന്നു. അവർ ഒത്തിരി സന്തോഷത്തോടു കൂടി തിരിച്ച് ഇല്ലത്തേക്ക് എത്തിച്ചേരുന്നു. പിറ്റേന്ന് രാവിലെ അവരുടെ ഇല്ലത്തിൻ്റെ വടക്കിനിയിൽ ഒരു സ്വയംഭൂവായ ശിവലിംഗം ആവിർഭവിക്കുന്നു. ആ വടക്കിനിയാണ് പിന്നീട് ഈ ക്ഷേത്ര ശ്രീകോവിലായി മാറുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഭക്തന്മാർക്ക് വേണ്ടി ശ്രീ വടക്കുംനാഥൻ സ്വയം ഇങ്ങോട്ട് എഴുന്നള്ളി എന്നാണ് ഐതിഹ്യം. സ്വയംഭൂവായ ശിവലിംഗം ആയതിനാൽ തന്നെ ഇവിടെ പ്രതിഷ്ഠാദിനം ആചരിക്കാറുമില്ല. ഒരു നില ചതുര ശ്രീകോവിലിൽ കൈലാസനാഥൻ ദിവ്യമായ പരമാനന്ദത്തെ പ്രവഹിപ്പിച്ചുകൊണ്ട് കുളത്തിനെ അഭിമുഖീകരിച്ചും കൊണ്ട് പടിഞ്ഞാറ്റ് ദർശനമായി പരിശോഭിക്കുന്നു. നമസ്കാര മണ്ഡപം വിശാലമാണ്. അതിൽ വളരെ ചെറിയ നന്ദികേശ്വരനുമുണ്ട്. ശ്രീകോവിലിൻ്റെ അധിഷ്ഠാനമൊക്കെ പുരാതനമാണ്. മറ്റ് പല നിർമ്മിതികളും നൂതനവുമാണ്. ശിവശ്രീകോവിലിൻ്റെ പിറകിൽ വലിയമ്പലത്തിലെ ഒരു ചെറിയ അറയിൽ ശ്രീ പാർവതീദേവി പടിഞ്ഞാറ്റ് ദർശനമായി തന്നെ കുടികൊള്ളുന്നുണ്ട്. ഇത് വലിയ ഒരു പ്രത്യേകതയായി തോന്നി. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ശിവശ്രീകോവിലിനോട് ചേർന്ന് പിറകിലായി നേരെ എതിർദിശയിലേക്കാണ് ദേവി ദർശനമായിട്ട് കാണാറുള്ളത്. ഇപ്പോൾ ദേവിക്ക് വാൽക്കണ്ണാടി പ്രതിഷ്ഠയാണുള്ളത്. ഈ പ്രതിഷ്ഠയുടെ താഴെ ധാരുവിലുള്ള പാദങ്ങളുടെ രൂപമുണ്ടെന്നും അതിനു മുകളിലാണ് പുതിയ പ്രതിഷ്ഠ പ്രതിഷ്ഠിതമായത് എന്നും ഇവിടുന്ന് പറഞ്ഞു കേട്ടു. വലിയമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു അറയിൽ നാലമ്പലത്തിനുള്ളിൽ തന്നെ ഗണപതി, ശാസ്താവ്, നന്ദികേശ്വരൻ എന്നീ പ്രതിഷ്ഠകൾ കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നുണ്ട്. നാലമ്പലത്തിനു പുറത്ത് ദുർഗാദേവി പ്രതിഷ്ഠയുണ്ട്. ഈ ദേവീ ചൈതന്യം ഇങ്ങോട്ട് വന്നു ചേർന്നതാണെന്ന് പറയപ്പെടുന്നു. ബലിക്കല്ലും ചെറിയ വാതിൽമാടവും വലിയമ്പലവും ഒക്കെ അതീവ പൗരാണികം തന്നെയാണ്. ധാര, അർച്ചനകൾ, നിവേദ്യങ്ങൾ, പൂജകൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. ഇവിടെ വാഴും മഹാദേവന് ആർഭാടങ്ങൾ ഒട്ടും ഇഷ്ടമല്ലത്രേ. അതിനാൽ തന്നെ ആറാട്ട്, ഉത്സവം എന്നിവയ്ക്കൊന്നും ഇവിടെ വലിയ പ്രസക്തിയില്ല. ശിവരാത്രിയാണ് പ്രധാന ആണ്ടുവിശേഷം. അത് ഈ ദേശത്തിൻ്റെ വിശേഷമായി നാട്ടുകാരുടെ പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി അതീവ വിപുലമായി ആചരിക്കപ്പെടുന്നു. തിരുവാതിര, നവരാത്രി, മകരമൊന്ന് എന്നിവയെല്ലാം പ്രധാനമാണ്. പ്രദോഷവും വിശേഷമാണ്. ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നത്. ഇവിടെ വന്നപ്പോൾ ക്ഷേത്രവിശേഷങ്ങൾ മുഴുവനായും പറഞ്ഞു തന്ന ഊരാള കുടുംബാംഗമായ മേൽശാന്തിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരം അതിപുരാതനമായ ദേശക്ഷേത്രങ്ങൾ തീർച്ചയായും അതിമനോഹരമായ ഒരു ദിവ്യാനുഭവം തന്നെയാണ്. ഉച്ചരിച്ച ഓരോ അക്ഷരവും ഈ പുരാതന ക്ഷേത്രത്തിൽ തൃത്താമരശ്ശേരി തേവരായി പരിലസിക്കുന്ന കൈലാസനാഥൻ്റെ ഏറെ പ്രിയപ്പെട്ട തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. ഈ പുണ്യഭൂമിക്ക് സാഷ്ടാംഗ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഭഗവാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആനനാംബോജവും കാളകൂടാഭയും മാനനീയോജ്വലം കണ്ഠപ്രദേശവും വക്ഷസ്ഥലോജ്വലം സർപ്പഹാരം ലോകരക്ഷാകരങ്ങളും 4 തൃക്കൈകളും മാനും മഴുവും വരദാഭയങ്ങളും ധ്യാനിക്കിലാനന്ദ മേഘും സനാതനം. കൈലാസനാഥൻ്റെ ആ ദിവ്യമംഗള സ്വരൂപം എപ്പോഴും എപ്പോഴും ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമഃ ശിവായ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ
ശംഭോ മഹാദേവ.